നമസ്കാരം. സ്വർണം കട്ടവന്മാരെല്ലാം രക്ഷപ്പെടും. അയ്യപ്പന്റെ സ്വർണം കട്ടവന്മാർ ആരൊക്കെയുണ്ടോ അവന്മാരെല്ലാം പുറത്തു വരിക തന്നെ ചെയ്യും. ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അതായത് EDയുടെ അന്വേഷണം എങ്ങനെയെങ്കിലും തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് നമ്മുടെ സർക്കാർ. കേസുകളുടെ FIR ഉൾപ്പെടെയുള്ള രേഖകളുടെ സർട്ടിഫൈഡ് പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ED കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജിയിലാണ് അന്വേഷണത്തിന് തടയിടുവാനുള്ള സർക്കാരിന്റെ ശ്രമം നടക്കുന്നത്. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ED ഈ രേഖകളെല്ലാം ആവശ്യപ്പെടുന്നത്. തിരഞ്ഞെടുപ്പിനിടെ ED വരുന്നത് ഒഴിവാക്കാൻ രേഖകൾ കൈമാറുന്നതിന് സർക്കാർ സാവകാശം തേടിയിരുന്നു. ഹൈക്കോടതിയിലെ കേസിൽ EDയെ എതിർത്തുവെങ്കിലും ഫലമുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശബരിമലയിലേക്ക് ഒരു കാരണവശാലും ED വരരുത് എന്നും അവർ ആവശ്യപ്പെടുന്ന രേഖകൾ കൈമാറരുത് എന്നുമാണ് സർക്കാരിന്റെ തുടക്കത്തിലേയുള്ള ആഗ്രഹം. എന്നാൽ FIR ഉൾപ്പെടെയുള്ള രേഖകളുടെ പകർപ്പ് ആവശ്യപ്പെട്ടുള്ള അപേക്ഷ റാന്നി മജിസ്ട്രേറ്റ് കോടതി തള്ളിയത് ഹൈക്കോടതി റദ്ദാക്കി. ഇതേ തുടർന്നാണ് ED കൊല്ലം കോടതിയെ വീണ്ടും സമീപിച്ചത്. അപ്പോൾ വിവരങ്ങൾ കൈമാറുന്നതിൽ കുഴപ്പമില്ല എന്നും ED ആവശ്യപ്പെടുന്നത് പോലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ മാത്രമേ അന്വേഷണം പാടുള്ളൂ എന്നുമാണ് സർക്കാരിന്റെ വാദം. അപ്പോൾ മറ്റൊന്നും അന്വേഷിക്കണ്ടേ എന്നൊരു ചോദ്യം ഉണ്ടാകും. ED മറ്റു കുറ്റകൃത്യങ്ങൾ അന്വേഷണം നടത്തിയാൽ നിലവിലെ അന്വേഷണത്തെ ബാധിക്കുമെന്നും സർക്കാർ നിലപാടെടുത്തിരിക്കുന്നു. എന്നാൽ സ്വർണ്ണക്കൊള്ളയിലൂടെ തട്ടിയെടുത്ത പണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനാണ് രേഖകൾ ആവശ്യപ്പെടുന്നത് എന്നായിരുന്നു ED വാദിച്ചത്. കേസിന്റെ പ്രഥമ വിവര റിപ്പോർട്ട്, റിമാൻഡ് റിപ്പോർട്ടുകൾ, ഇതുവരെ അറസ്റ്റിലായവരുടെയും മറ്റുള്ളവരുടെയും മൊഴികൾ, പിടിച്ചെടുത്ത രേഖകൾ തുടങ്ങിയവയുടെയൊക്കെ പകർപ്പ് എന്നിവയാണ് അവർ ആവശ്യപ്പെട്ടത്. രേഖകൾ കോടതി അനുവദിച്ചാൽ ED പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം കേസിൽ IPC 467 വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് കേസിലെ വിവരങ്ങൾ ആരായുന്നത് എന്നാണ് ED കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ പറയുന്നത്. അന്വേഷണം ഏറ്റെടുത്താൽ രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ നടപടികൾക്ക് സാധ്യതയുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. EDക്ക് രേഖകൾ ലഭിച്ചാൽ കേസ് അന്വേഷണം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതയുണ്ട് എന്നും അറിയാം. ഇത് മുൻകൂട്ടി കണ്ടാണ് സർക്കാർ EDക്ക് തടയിടുന്നത്. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളയിലെയും സ്വർണം കവർന്നതിന് 2 കേസുകളാണ് നിലവിലുള്ളത്. ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന പത്മകുമാറും N വാസുവും അടക്കം 8 പേർ ഇതുവരെ പിടിയിലായിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിൽ അടക്കം അന്വേഷണം നീളുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ED അന്വേഷണം ഏറ്റെടുക്കുന്നതോടെ സ്വർണ്ണക്കൊള്ളയുടെ പൂർണ്ണ ചിത്രം വ്യക്തമാകുമെന്ന് വിശ്വസിക്കുന്നു വിശ്വാസികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായത് ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു. ED കേസ് ഏറ്റെടുത്ത് ഉന്നതരെ പിടികൂടിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ. ഇവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വിഷയങ്ങളിൽ സ്വർണം കട്ടവരെല്ലാം രക്ഷപ്പെടുമെന്ന് പറയുവാനുള്ള കാരണം ഇപ്പോൾ പറയുന്ന വാദം അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞത് സ്വർണം എന്നുള്ളത് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് സ്വർണം കട്ടവർ എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. അതെല്ലാം ചെമ്പായിരുന്നു എന്നും ആ ചെമ്പിനുള്ളിൽ വെറുതെ സ്വർണം പൂശിയിട്ടേ ഉള്ളൂ എന്നും ഒരിക്കലും സ്വർണം പൊതിഞ്ഞിട്ടില്ല എന്നുമാണ് അഭിഭാഷകന്റെ വാദം. അത്തരത്തിൽ സ്വർണം കട്ടവന്മാർ എന്ന് പറയപ്പെടുന്നവർ ഇല്ല എന്നുള്ള അഭിഭാഷകന്റെ വാദത്തിന് ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ നൽകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞവരെല്ലാം പോറ്റി അടക്കം, മുരാരി ബാബു അടക്കം, പത്മകുമാർ അടക്കം, വാസു അടക്കമുള്ളവർ പുറത്തു വരിക തന്നെ ചെയ്യും. അവർ രക്ഷപ്പെടും. അവർ രക്ഷപ്പെടാതിരിക്കുന്നതിനും ആ പഴുതുകൾ അടയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ EDയുടെ അന്വേഷണം വരുന്നത്. പക്ഷേ EDയുടെ അന്വേഷണം വരുമ്പോൾ പറയുന്നത് എന്താണ്? ED ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ ഇടപാടുകൾ മാത്രം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചാൽ മതി എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗം, അതായത് നമ്മുടെ പിണറായി സർക്കാരിന്റെ ഭാഗം. എന്നാൽ കേന്ദ്ര ഏജൻസികളായുള്ള ED ഏതൊക്കെ, എവിടെയൊക്കെ, എങ്ങനെ അന്വേഷിക്കണം എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കി വരുന്നവരാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതിയിൽ ഈ അഭിഭാഷകർ, സർക്കാരിന്റെ അഭിഭാഷകർ അടക്കം പറയുന്ന കാര്യങ്ങളോട് വിയോജിപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളുടെ അഭിഭാഷകർ പറയുന്നത് സ്വർണം പൂശിയിട്ടില്ല, സ്വർണം പൊതിഞ്ഞിട്ടില്ല, അത് ചെമ്പുപാളികളായിരുന്നു. ആ ചെമ്പുപാളികളിൽ വെറുതെ സ്വർണം ഒന്ന് പൂശുക മാത്രമാണ് ചെയ്തത്. പൂശിയ സ്വർണം എങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ കഴിയും? പൊതിഞ്ഞ സ്വർണമായിരുന്നെങ്കിൽ കൊണ്ടുപോകാമായിരുന്നു. പൂശിയ സ്വർണം എങ്ങനെ കൊണ്ടുപോകുമെന്നുള്ള വിദണ്ഡവാദങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഈ സ്വർണം പൂശിയിരുന്നു അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ളതിന് രേഖകൾ ഉണ്ടാകുന്നില്ല. ആ രേഖകൾ അടക്കം നശിപ്പിക്കുന്ന സാഹചര്യമാണ് ദേവസ്വം ബോർഡിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ പൊതിഞ്ഞതിനും അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർണം പൊതിഞ്ഞതിനടക്കം രേഖകളില്ലെങ്കിൽ
ഈ പറയുന്ന മഹാന്മാരെല്ലാം രക്ഷപ്പെടും. സ്വർണം കട്ടവന്മാരെന്ന് പറയപ്പെടുന്നവന്മാരെല്ലാം രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. പക്ഷേ 1998, 99 കാലഘട്ടങ്ങളിൽ വിജയ് മല്യ എന്ന് പറയപ്പെടുന്ന വ്യവസായി ഇവിടെ 32 കിലോയോളം വരുന്ന സ്വർണം പൂശിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് എന്നിരിക്കെ ഇപ്പോൾ ഈ പറയുന്നവർ കോടതിയിൽ നൽകുന്ന, അതായത് പ്രതികൾ എന്ന് സംശയിക്കപ്പെടുന്ന പത്മകുമാറും വാസുവും മുരാരി ബാബുവും അടക്കമുള്ളവരുടെ അഭിഭാഷകർ പറയുന്നത് ഇത് പൊതിഞ്ഞതല്ല, പകരം സ്വർണം പൂശിയതാണ് എന്നും അതെല്ലാം ചെമ്പുപാളികളായിരുന്നു എന്നുള്ള വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. അതിന് പകരം അവിടെ തെളിയിക്കാൻ പറ്റാതായി പോകുന്നത് ഈ പറയുന്നതിനൊന്നും രേഖകളില്ല. പൂശിയതിനല്ല, സ്വർണം പൊതിഞ്ഞു എന്ന് പറയപ്പെടുന്നതിന് രേഖകൾ ഉണ്ടാകുന്നില്ല. ആ രേഖകളൊക്കെ ഇപ്പോൾ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. രേഖകൾ കൈമാറുന്നതിനടക്കം വലിയ കാലതാമസം നേരിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനകത്ത് പറയുന്നത് പോലെ രേഖകൾ കൃത്യമായിട്ട് ലഭിച്ചിട്ടില്ല എങ്കിൽ ഇവർക്ക് രക്ഷപ്പെടുവാനുള്ള പഴുതുകളുണ്ട് എന്നർത്ഥം. പക്ഷെ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനായിട്ട് ശബരിമലയിലേക്ക് കേന്ദ്ര ഏജൻസികൾ എത്തപ്പെടുമ്പോൾ ഇനി വരട്ടെ, ED മാത്രമല്ല CBI കൂടെ വരട്ടെ, എന്നിട്ട് ഇതിന്റെ യഥാർത്ഥ കള്ളന്മാരെ, സ്വർണം കട്ടവന്മാരെ പൊക്കട്ടെ. അതിനുള്ള ഒരു അനുവാദമാണ് കൊടുക്കേണ്ടത്. ഇവിടെ ചങ്കെടുപ്പോട് നിൽക്കുന്ന CPM-ന് ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു. ശ്രീകോവിൽ നിന്ന് അടിച്ചു മാറ്റപ്പെട്ട സ്വർണം കൊണ്ടുപോയവന്മാരെല്ലാം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലാണോ തിരിച്ചടി ലഭിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരത്തിൽ വലിയ തിരിച്ചടി ലഭിക്കുമെന്നുള്ള കണക്കുകൂട്ടൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് കൊണ്ട് തന്നെ ഏത് വിധേനയും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഒതുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അവിടെയാണ് ഇവർ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇത്തരത്തിൽ അഭിഭാഷകർ മുന്നോട്ട് വെക്കുന്നത്. ചെമ്പുപാളികളിൽ സ്വർണം പൂശുക മാത്രമാണ് ചെയ്തത്, അതിൽ സ്വർണമില്ലായിരുന്നു, സ്വർണം പൊതിഞ്ഞിട്ടില്ലായിരുന്നു, പിന്നെ എങ്ങനെ അടിച്ചു മാറ്റും? അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തപ്പെടുകയും സ്വർണം പൊതിഞ്ഞിട്ടില്ല എന്നുള്ള തെളിവുകൾ ലഭിക്കാതിരിക്കുകയും അതിന്റെ രേഖകൾ കിട്ടാതിരിക്കുകയും ചെയ്താൽ ഈ ഇപ്പോൾ അകത്ത് കിടക്കുന്ന മഹാന്മാരെല്ലാം പുറത്തു വരും. അതുപോലെ തന്നെ CPM ഇവരെയെല്ലാം വെളുപ്പിച്ചെടുക്കുകയും ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്വർണ്ണക്കൊള്ളയിൽ ഞങ്ങൾക്ക് പങ്കില്ലേ എന്നുള്ള രീതിയിൽ പുതിയ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അത് വരാനിരിക്കുന്നതാണ്. അതിനു മുൻപ് EDയുടെ അന്വേഷണം പൂർത്തിയാവുകയോ ED വളരെ കൃത്യമായിട്ടാണ് അന്വേഷണം നടത്തുകയോ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു CBI, കേന്ദ്ര ഏജൻസിയായ CBI കൂടി അന്വേഷണം നടത്തുകയോ ചെയ്താൽ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ പ്രതികൾ എന്ന് പറയപ്പെടുന്ന കള്ളന്മാർ, സ്വർണ്ണക്കള്ളന്മാർ പുറത്തു വരും. അത് മന്ത്രിയാണെങ്കിലും മുൻമന്ത്രിയാണെങ്കിലും ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണെങ്കിലും അടക്കമുള്ളവർ ആരാണോ, അതായത് ഇപ്പോഴത്തെ ഇപ്പോൾ ഇതിനു മുൻപ് ഇപ്പോൾ ജയകുമാറിന് തൊട്ട് മുൻപുള്ള PS പ്രശാന്ത് അടക്കമുള്ള പ്രസിഡന്റുമാർ അടക്കമുള്ളവർ ഇതിനകത്തുണ്ടോ എന്നുള്ളതിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു വരും. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഇനി വേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മഹാന്മാരെല്ലാം രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നേരറിയാൻ ED വരുന്നത് സർക്കാരിനും CPM-നും ചങ്കിടിപ്പേറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വാസുവിലും പത്മകുമാറിലും തടഞ്ഞു നിൽക്കുന്ന അന്വേഷണം ED വരുന്നതോടെ രാഷ്ട്രീയ ഉന്നതരിലേക്ക് തിരിയുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. EDയെ തടയാൻ പണി 18 പയറ്റുന്ന സർക്കാർ കേസ് ഏറ്റെടുത്താലും കള്ളപ്പണം വെളുപ്പിക്കൽ മാത്രമേ അന്വേഷിക്കാവൂ എന്ന് നിബന്ധന വച്ച് മുന്നോട്ട് പോകുന്നത് സർക്കാരിന് തന്നെ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ED വരുന്നതോടെ സ്വർണ്ണക്കൊള്ളയിലെ സത്യം തെളിയും. ചെമ്പാണോ സ്വർണമാണോ എന്ന് തിരിച്ചറിയാനും കഴിയും.